ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, ഒരു മിനിറ്റ് ഈ ഒരു വോയിസ് നിങ്ങൾ കേൾക്കണേ. ഒന്ന് നോക്കാം എന്തായിട്ട് ലോണിൻ്റെ നിങ്ങൾ ലോൺ കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ പോയിട്ട് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഡേറ്റിൽ 6,83,000 രൂപ 83,400 എന്നാണ് ബന്ധം. ഇങ്ങനെ കേട്ട എത്ര ശമ്പളം കേൾക്കുന്നുണ്ടല്ലോ സ്ഥാപനങ്ങളുടെ ശമ്പളം. പ്രിയപ്പെട്ടവരെ, ഈ വോയിസ് ആരതാണെന്നറിയോ? ഇന്നലെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ വലിയ വേദനയും മുറിവേൽപ്പിച്ച ഒരു മരണമായിരുന്നു പ്രിയപ്പെട്ട അഷ്റഫ് ഉസ്താദ് എന്ന് പറയുന്ന മംഗലാപുരക്കാരനായ ഒരു പണ്ഡിതൻ. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുത്ത ഒരു ഉസ്താദിൻ്റെ മരണത്തിൻ്റെ വളരെ ദയനീയമായ കാഴ്ച നമ്മളെല്ലാവരും കണ്ടു. പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ, അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. ആത്മഹത്യ ഒരിക്കലും നമുക്കൊന്നിനും പരിഹാരമല്ല, അതൊക്കെ ചെയ്യാനും പാടില്ല. വളരെ 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 മഹാപാവമാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. പക്ഷേ ആ ഉസ്താദിൻ്റെ ഒരു ശബ്ദ സന്ദേശം കേട്ടു. ഉസ്താദ് അങ്ങനെ ചെയ്യാനുള്ള ഒരു അവസ്ഥയുണ്ടായത് അദ്ദേഹം വീടിന് വേണ്ടി എന്തോ ലോൺ എടുക്കലും ഒക്കെ ഇസ്ലാം വളരെ കർശനമായി പലിശയെ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. കടുത്ത ഹറാമാണ്, കടുത്ത തെറ്റാണ്. അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി, അള്ളാഹു ഉസ്താദിന് പുറത്തു കൊടുക്കട്ടെ. നിർവാഹമില്ലാതെയാണ് ഉസ്താദ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ കടം കൊണ്ട് മാനസികമായ നില തെറ്റിയിട്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അതിനൊന്നും ന്യായീകരിക്കാനോ അതൊന്നും ന്യായീകരിക്കാൻ വേണ്ടിയല്ല ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. മാക്സിമം എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ എത്തിക്കണം എന്നൊരു അഭ്യർത്ഥന ആദ്യമേ നടത്തുകയാണ്. ആ ഉസ്താദ് പറയുന്നതായി കേട്ടു. ഉസ്താദിന്റെ വോയിസിൽ 2016 എന്തോ അദ്ദേഹം ലോൺ എടുത്തു. അദ്ദേഹത്തിനുള്ള ശമ്പളം എന്ന് പറയുന്നത് 11,000 രൂപ മാത്രമാണ്. അദ്ദേഹം കിട്ടുന്ന ശമ്പളമൊക്കെ ലോൺ അടച്ച് പോയിക്കൊണ്ടേയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അത് ബാധ്യത തീർക്കാനൊന്നും കഴിഞ്ഞില്ല. കടബാധ്യത വന്നിട്ട് മാനസികമായി തളർന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇങ്ങനെ എത്ര ഉസ്താദന്മാർ, എത്ര ആളുകൾ നിവൃത്തികേടുകൊണ്ട്, ഗതികേടുകൊണ്ട് അവരൊക്കെ ഇതുപോലെ എത്രയോ ഉസ്താദന്മാർ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ. ഞാനൊരു സോഷ്യൽ മീഡിയയിൽ എന്തോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്നെ ബന്ധപ്പെടാറുണ്ട്. എത്രയോ ആളുകൾ വിളിക്കാറുണ്ട്. ഉസ്താദന്മാരെ ശമ്പളം കൂട്ടണമെന്നോ മഹല്ലുകൾ കൊടുക്കണമെന്നോ അത് വർദ്ധിപ്പിക്കണമെന്നൊക്കെ നമ്മൾ എത്ര ശബ്ദിച്ചാലും അതൊന്നും പരിഹാരമാകാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. കാരണം ചില മഹല്ലുകൾ അറിഞ്ഞുകൊണ്ട് നല്ല ശമ്പളം കൊടുക്കുന്ന മഹല്ലുണ്ട്. ചില മഹല്ലുകൾ അവര് ബാങ്ക് ബാലൻസ് ഓരോ ജനറൽ ബോഡി കഴിയുമ്പോൾ കമ്മിറ്റിക്കാർക്ക് 50 ലക്ഷം ബാങ്ക് ബാലൻസ് വെക്കുക, അല്ലെങ്കിൽ 30 ലക്ഷം വെക്കുക എന്ന് മാത്രമാണ് അവർക്ക് അഭിമാനം. ചില മഹല്ല് അങ്ങനെയാണ്. ചില മഹല്ലിൽ തീരെ കൊടുക്കാൻ ആ മഹല്ല് തന്നെ വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്ന മഹല്ലൊക്കെ ഉണ്ട്. ഏതായാലും ഈ വീഡിയോ കാണുന്ന എല്ലാ മഹല്ല് ഭാരവാഹികളോട് എനിക്കൊന്ന് അഭ്യർത്ഥിക്കാനുണ്ട്. നിങ്ങളെ മക്കൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന, ബാപ്പയും ഉമ്മയും ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന, നല്ല സംസ്കാരമുള്ള മക്കളാക്കാൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദന്മാരെ കുറിച്ച് നിങ്ങളൊരു മാസത്തിലൊരിക്കലെങ്കിലും അവരുടെ അവസ്ഥയെക്കുറിച്ച് മഹൽ ഭാരവാഹികളെ നിങ്ങളൊന്ന് അന്വേഷിക്കണം. നിങ്ങളെ നാട്ടിലെ ഉസ്താദന്മാർക്ക് ലെറ്ററും കൊടുത്ത് പല മഹല്ലിൽ പോയി പിരിക്കാൻ ഉണ്ടാക്കുന്ന ഒരു ഗതികേട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. ഒരു അഭ്യർത്ഥനയാണ്. അതൊക്കെ നമ്മൾ എത്ര മഹല്ലുകാരോട് പറഞ്ഞാലും എന്ത് സംവിധാനത്തെക്കുറിച്ച് ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നറിയാം. എത്ര വീഡിയോ ചെയ്താലും ഇത് ഈ ഉസ്താദിന്റെ വിഷയം കുറച്ച് ദിവസം കഴിയുമ്പോൾ, 2-3 ദിവസം കഴിയുമ്പോൾ നമ്മളെല്ലാവരും മറന്നുപോകും. സോഷ്യൽ മീഡിയയിൽ തർക്കിക്കുന്ന ഒരു ദിവസം എല്ലാവരും വീഡിയോ ചെയ്യും. 2-3 ദിവസം കഴിഞ്ഞ് അഷ്റഫ് ഉസ്താദിനെ മറക്കും. അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ മറന്നുപോയിട്ടുണ്ട്. റിയാസ് മൗലവി എന്ന ഒരു പണ്ഡിതനെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ 4 ദിവസം നമ്മളെല്ലാവരും ഓർത്തു. അതിനുശേഷം ആ കുടുംബത്തെ കുറിച്ചോ ഉസ്താദിനെ കുറിച്ചോ ഉസ്താദിന് ന്യായം കിട്ടുന്നതിനെ കുറിച്ചോ നമ്മൾ ആരും പിന്നെ ചർച്ച ചെയ്തില്ല. അത് മറന്നുപോയി. അങ്ങനെ ഈ സംഭവം 2-3 ദിവസം കഴിയുമ്പോൾ മറന്നുപോകും. ഞാൻ അതിനൊന്നും വേണ്ടിയല്ല ഇപ്പൊ വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ഉസ്താദന്മാരുണ്ടെന്ന് എനിക്കറിയാം. കടബാധ്യത ആയിട്ട് സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാതെ വലിയ പ്രയാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ട, ചെറിയ ശമ്പളത്തിലൊക്കെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ഉസ്താദന്മാരെ, നമുക്ക് ആത്മഹത്യയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉപദേശിക്കാനൊന്നും ഞാൻ അർഹനല്ല. ഇതുപോലത്തെ പല സാഹചര്യത്തിൽ കടന്നുപോയ ഒരാളാണ് ഞാൻ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പൊതുസമൂഹം, കാരുണ്യ ലോകം
നമ്മുടെ കൂടെ നിൽക്കും. നിങ്ങളുടെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പൊതുസമൂഹത്തോട് പറയാൻ ശ്രമിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു വിഷമമുണ്ടെങ്കിൽ, പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. അതുകൂടി പറയാൻ വേണ്ടിയാ, എന്റെ സ്വാർത്ഥ ലാഭത്തിനല്ല. നിങ്ങൾ അത്രയും പ്രയാസപ്പെടുന്ന ഒരുപാട് ഉസ്താദന്മാരുണ്ടെന്നറിയാം. എല്ലാവരുടെ പ്രശ്നവും ഒരുപക്ഷെ നമുക്ക് പരിഹരിക്കാൻ പറ്റൂല. നിങ്ങൾ ബന്ധപ്പെടി, എന്നെ ഒന്ന് ബന്ധപ്പെടി. എനിക്ക് പറ്റാവുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി എനിക്ക് പറ്റുന്ന ഏത് രീതിയാണോ ആ രീതിയിലൊക്കെ എന്നെ കൊണ്ടാകുന്ന ഒരു ശ്രമം ഞാൻ നടത്തും. ഇതുപോലത്തെ നിരവധി സോഷ്യൽ മീഡിയ ചാരിറ്റി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഒന്ന് ബന്ധപ്പെടാൻ നിങ്ങൾ ശ്രമിക്കുക. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എല്ലാവരുടെ പ്രശ്നം നാളെ പരിഹരിക്കുന്നോ? നിങ്ങളെല്ലാം ഇപ്പൊ നാളെ ഒരുപാട് 15, 20, 30 ലക്ഷം കടകളുള്ള ഉസ്താദന്മാരുണ്ട്. അവരൊക്കെ വന്നിട്ട് ജാബിർ നിസാം ഇങ്ങനെ ഒരു വീഡിയോ ആക്കി അദ്ദേഹം തരൂ എന്നല്ല ഇതിന്റെ അർത്ഥം. എന്നെ കൊണ്ടാകുന്ന നിലക്ക് വളരെ സുതാര്യമായി നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ചെറിയ ശ്രമമെങ്കിലും പറ്റുന്ന നിലക്ക് ഞാൻ ചെയ്യാൻ മുന്നോട്ട് വരും. ആവുകൊണ്ട് എന്റെ സോഷ്യൽ മീഡിയ കൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മുമ്പിൽ സുതാര്യമായി നിങ്ങളെ വിഷയം പറഞ്ഞ് ഞാൻ ചെയ്യും, ശ്രമിക്കും. നിങ്ങൾ മറ്റു മാർഗം ഒന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് വിനയത്തോടെ നമുക്കറിയാം. അഭിമാനം എന്നത് ഓരോ മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരിതാണ്. അഭിമാനം നഷ്ടപ്പെട്ടു പോയ എല്ലാം പോയി. ഇനി ആശ്രഫ് ഉസ്താദിന്റെ മക്കൾക്ക് ആരുണ്ട് ഉപ്പ എന്ന് വിളിക്കാൻ? ആ ഭാര്യ വിധവയായി. ആ കുടുംബം എത്രത്തോളം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ആ കുടുംബം താങ്ങാൻ കഴിയുന്നില്ല. പടച്ച റബ്ബ് കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ഇത്രയും പ്രയാസം അനുഭവിക്കുന്ന ഉസ്താദന്മാരോട് പറയാണ്, ഇന്ന് നമ്മെ സഹായിക്കാൻ പൊതുസമൂഹമുണ്ട്. ഒരുപാട് അനുഭവം എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് ഒരു പര്യാസ്യമായി നിങ്ങൾ കാണരുത്. അങ്ങനെ ഏതെങ്കിലും ഉസ്താദന്മാർ പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പരിഹരിക്കും. പറ്റുന്ന നിലക്ക് കാരുണ്യ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ പറഞ്ഞ് ചേർത്ത് പിടിക്കാനുള്ള ഒരു ശ്രമം നമുക്ക് എല്ലാവർക്കും നടത്താം. മഹൽ ഭാരവാഹികളെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളെ നാട്ടിൽ നിങ്ങളെ മക്കളെ പഠിപ്പിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി അറിവ് പകർന്നു തരുന്ന പ്രിയപ്പെട്ട ഉസ്താദന്മാരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. അപ്പൊ ചില ആളുകൾ കമന്റ് ഇടും, 2 സമസ്തയില്ലേ, സംഘടനകളില്ലേ, ധാരാളം പദ്ധതികൾ അവരും ചെയ്യുന്നുണ്ട്. അവർ 2 സമസ്തയിലും മുഅല്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് ഉണ്ട്. അവർ ചെയ്യാൻ പറ്റുന്നത് ഉസ്താദന്മാർ തന്നെയാണ്. ഒരു ദിവസത്തെ ശമ്പളം കൊടുത്തിട്ട് അതിൽ ഉസ്താദന്മാരെ എല്ലാവരും ശമ്പളം അത് കൊടുത്തിട്ട് ജമിയത്തുൽ മുഅല്ലിമാണെങ്കിലും ജമിയത്തുൽ ഉലമയാണെങ്കിലും 2 സമസ്തയിലും ഉസ്താദന്മാർക്ക് പദ്ധതികളുണ്ട്. അതിലും അവർക്കൊരു പരിമിതിയുണ്ട്. ചെയ്യാൻ പറ്റുന്നത്ര പരിമിതിയെ അതിലുള്ളൂ. ചെയ്യുന്നുണ്ട്, പദ്ധതികളൊക്കെ ഉണ്ട്. എനിക്കറിയാമത്. ആരും അത്രയും സംഘടനകളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ സമസ്തകളെ കുറ്റപ്പെടുത്താനല്ല നോക്കേണ്ടത്. മഹൽ ഫെഡറേഷനുകള്, മഹല്ലുകള്, നിങ്ങളെ നാട്ടിൽ വലിയ വലിയ മിനാരയും വലിയ വലിയ സംവിധാനത്തോടെ പള്ളികളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതൊക്കെ വേണം. അതിനു മുമ്പ് നമുക്ക് വേണ്ടി അറിവ് പകർന്നു തരുന്ന, നമ്മുടെ മക്കൾക്ക് വേണ്ടി നിൽക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദന്മാരെ ചേർത്ത് പിടിക്കാൻ എല്ലാ മഹൽ ഭാരവാഹികളും മുന്നോട്ട് വരണം. ഒരു മാസമോ 2 മാസം കൂടുമ്പോൾ നിങ്ങളെ നാട്ടിലുള്ള ഉസ്താദന്മാരെ നിർത്തി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, അവരുടെ പ്രശ്നങ്ങളൊന്ന് കേൾക്കാനെങ്കിലും നിങ്ങൾ മുന്നോട്ട് വരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.